ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അച്ചമ്മ എല്ലാവരുടെയും പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് അവരോട് പരസ്പരം ദോശ ചുടാൻ പറയുകയും അത് ഭർത്താവ് ചുട്ട ദോശ ഭാര്യയ്ക്കും ഭാര്യ ചുട്ട ദോശ ഭർത്താവിനും കൊടുക്കാനും അതുപോലെ തന്നെ ആണുങ്ങൾ മക്കളോട് 3 പേരോടും ചേർന്ന് സാമ്പാർ ഉണ്ടാക്കാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവർ സാമ്പാറൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണമൊക്കെ റെഡിയായതിന് ശേഷം എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഇങ്ങനെ പരസ്പരം ഇങ്ങനെ കൈമാറുകയാണ്. അതായത് ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും ഊട്ടാനായിട്ട് ആവശ്യപ്പെടുകയാണ് നമ്മുടെ കലാവതി അമ്മ. അങ്ങനെ എല്ലാ മക്കളും അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചന്ദ്ര ഒന്ന് പ്രതീക്ഷിക്കുകയാണ്. തനിക്ക് എന്തായാലും രവി ഭർത്താവ് വായിൽ വെച്ച് തരുമെന്നൊന്ന് പ്രതീക്ഷിച്ചിട്ട് ചന്ദ്ര അങ്ങനെ പ്രതീക്ഷയോട് കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ രവി ആണെങ്കിൽ അത് കേട്ട ഭാവം പോലും നടിക്കാതെ പറയുന്നുണ്ട്, അതെ അത് തിന്നാൻ നോക്ക്, അവരൊക്കെ ചെറുപ്രായക്കാരാണ്, അവരിപ്പോൾ കല്യാണം കഴിഞ്ഞവരാണ്, അത് കഴിക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ സ്വയം കഴിക്കുന്നുണ്ട്. അങ്ങനെ കലാവതി അമ്മയും അതുപോലെ രവിയും ചന്ദ്രയും തനിയെ കഴിക്കുകയാണ്. മറ്റു 2-3 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ലൊരു സന്തോഷത്തിന്റെ നിമിഷമാണ് അപ്പോൾ കടന്നു പോകുന്നത്. എന്തായാലും ആ സമയത്ത് നമ്മുടെ വർഷ ചോദിക്കുകയാണ്, എല്ലാ അച്ചമ്മയുടെ വിവാഹം പ്രണയമായിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ചിരിക്കുന്നുണ്ട് കലാവതി അമ്മ. എന്നിട്ട് പറയുന്നുണ്ട്, പ്രണയമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയാണ്, അച്ചമ്മ എന്നിട്ട് എന്നോട് ഒരു വാക്ക് പോലും ഇപ്പോഴല്ലേ പറഞ്ഞൊരു ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ കഥ പറ എന്ന് പറയുമ്പോൾ പറയുകയാണ്, ഞാനിങ്ങനെ അച്ഛൻ പാടത്ത് ജോലി ചെയ്യുന്ന സമയത്ത് അപ്പം ഞാൻ അച്ഛന് കഞ്ഞുമായിട്ട് ഞാൻ ഇങ്ങനെ പാടവരമ്പിലൂടെ ഇങ്ങനെ നടന്നു പോകും. ആ സമയത്ത് നിങ്ങളുടെ മുത്തശ്ശൻ എന്നെ നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവസാനം എൻ്റെ അച്ഛനോട് ചെന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം നടക്കുകയും ചെയ്തത്. അപ്പം അച്ഛമ്മയ്ക്ക് ഇഷ്ടമായിരുന്നുല്ലേ അച്ചാച്ചനെ എന്ന് ചോദിക്കുന്ന സമയത്ത് പിന്നെ ഉറപ്പായിട്ട് ഇഷ്ടമില്ലാണ്ട് പിന്നെ കല്യാണം കഴിക്കില്ലല്ലോ എന്ന് പറയാണ്. അങ്ങനെ അവരങ്ങനെ പരസ്പരം വലിയ സന്തോഷത്തോടു കൂടി അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സച്ചിക്ക് പെട്ടെന്നൊരു കോള് വരുന്നുണ്ട്. കൂട്ടുകാരനാണ് വിളിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരൻ അത് കാറ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ കാറ് ശരിയായി എന്നൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ചന്ദ്രയെയും രവീന്ദ്രനെയും കൊണ്ട് അമ്പലത്തിലോട്ട് പോകാൻ അച്ചമ്മ സച്ചിയോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് അതിനെന്താ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ രേവതി പറയുകയാണ്, ഒരു കാര്യം ചെയ്ത് സച്ചിയേട്ടൻ ആദ്യം തന്നെ പോയിട്ട് ആ കാറ് കൊണ്ടുവായോ എന്നിട്ട് പുതിയ കാറിൽ നമുക്ക് അച്ഛനെയും അമ്മയെയും കൊണ്ട് അമ്പലത്തിലോട്ട് പോകാം എന്ന് പറയുകയാണ്. അങ്ങനെ ചെയ്യാം എന്ന് പറയുകയും ചെയ്തിട്ട് അവരെ അങ്ങനെ കാറും കൊണ്ടിട്ട് സെക്കൻഡ് ഹാൻഡ് കാറും കൊണ്ട് വരികയാണ്. എന്നിട്ട് താഴെ വന്നിട്ട് നേരെ രേവതിയെ വിളിച്ചറിയിക്കുകയാണ്, ഞാൻ ദേ കാറ് കൊണ്ടുവന്നിട്ടുണ്ട്, നീ എല്ലാവരെയും വിളിച്ച് കൊണ്ടുപോയോ എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരുടെയും കൊണ്ടുവരികയാണ്. അപ്പം നമ്മുടെ ചന്ദ്രയ്ക്ക് മാത്രം അത്ര വലിയ താല്പര്യമില്ല. ചന്ദ്ര പറയുന്നുണ്ട്, സെക്കൻഡ് ഹാൻഡ് കാറല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയണം, അതെ സെക്കൻഡ് ഹാൻഡ് ആണ്, പക്ഷെ ഞാൻ മേടിച്ചപ്പോൾ എനിക്കത് പുതിയതായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എടി നീ ഇങ്ങനെ പരിഹസിക്കാതെ നിങ്ങൾ 2 പേരും അതിൽ കയറി പോവാൻ നോക്ക് എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, കാറല്ലേ കൊണ്ടുവന്നതല്ല, അത് വേറെ ഒന്നല്ലല്ലോ എന്ന് പറയുമ്പോൾ ഹെലികോപ്റ്റർ ഒന്നും അല്ലല്ലോ എന്നിങ്ങനെ ചന്ദ്ര ചോദിക്കുകയാണ്. ആടി ഹെലികോപ്റ്റർ മേടിച്ച് നിന്റെ തലയിൽ ഇടാം, അത് മതിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ മുന്നിൽ ചന്ദ്ര നാണം കെട്ട് പോകുന്നുണ്ട്. അപ്പോൾ പറയുന്നത്, സ്വന്തം മകൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ കളിയാക്കാതെ വാടി ഇങ്ങടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ചന്ദ്രയെയും അതുപോലെ രവീന്ദ്രനെയും ആ കാറിൽ ഓടിച്ചെന്ന് രവീന്ദ്രൻ ഫ്രണ്ട് സീറ്റിലിരിക്കാൻ പോവാണ്, അതായത് സച്ചിയുടെ അരികിൽ. അപ്പോൾ കലാവതി അമ്മ പറയുന്നുണ്ട്, നീ ബാക്കിലിരിക്കുക രവി എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്രയോടും ബാക്കിലിരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. സച്ചിയും രേവതിയും കാറിൻ്റെ ഫ്രണ്ടിലിരിക്കുകയാണ്. അങ്ങനെ അവർ പരസ്പരം അവരെ ഒന്നും കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് കലാവതി അമ്മ നടത്തുന്നതാണ് അതൊക്കെ. അങ്ങനെ എല്ലാവരെയും വിളിക്കുന്നുണ്ട് കേട്ടോ, അമ്മയെ വിളിക്കുന്നുണ്ട് അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, വേണ്ട എനിക്ക് തലവേദനയുടെ സുഖമില്ല, ഞാൻ ഇത്തിരി നേരം ഒന്ന് കെടുക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ഇവിടെ വിളിക്കുന്നുണ്ട്, ശ്രീകാന്തിനെയും വർഷയും വിളിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇല്ല ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, വർഷയുമായിട്ട് പുറത്ത് പോകണമെന്ന് പറയാണ്. അങ്ങനെ അവരെ കൊഴിഞ്ഞു മാറുകയാണ് ഇവരെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സച്ചി ആണെങ്കിൽ കാർ ഓടിക്കുന്നത് ഒരുപാട് ഗട്ടറിലും അതുപോലെ തന്നെ വളഞ്ഞ് തിരിഞ്ഞ് അങ്ങനെ ഒരു ഇതിലാണ് അവൻ കരുതി കൂട്ടിയിട്ടാണ് അങ്ങനെ ഓടിക്കുന്നത്. അപ്പോൾ പരസ്പരം ആദ്യം ഈ പറയുന്ന രവീന്ദ്രൻ ചന്ദ്രയുടെ ദേഹത്ത് മുട്ടുകയും
ചന്ദ്ര രവീന്ദ്രൻ്റെ ദേഹത്ത് ഇങ്ങനെ മുട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ അത് കരുതി കൂട്ടിയിട്ടാണ് അങ്ങനെ നമ്മുടെ സച്ചി അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം രവീന്ദ്രൻ പറയാണ്, ഇവൻ എന്തുട്ടി കാണിക്കണേടാ, മര്യാദയ്ക്ക് ഓടിക്കടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ കുഴപ്പമല്ല, അത് റോഡിൻ്റെ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും അവൻ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചന്ദ്ര വീഴാൻ പോണ കാണുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്നെ പിടിച്ചിരുന്നോ, ഇനി വീഴാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞങ്ങനെ രവീന്ദ്രൻ്റെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അരികിലായിട്ട് ഇരിക്കുകയാണ്. പേടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ചന്ദ്ര. അങ്ങനെ അത് അവർ ആഗ്രഹിച്ച പോലെ തന്നെയാണ് അങ്ങനെ ചെയ്യുന്നതും. അതേ സമയത്താണെങ്കിൽ നമ്മുടെ സുധിയുടെ കടയിൽ സുധി ഇങ്ങനെ ആകെ ടെൻഷനൊക്കെ അടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് ഒരാൾ വരികയാണ്, ഒരു കടലാസും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ എന്താ സാർ വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. എനിക്ക് വേണ്ടത് ദേ ഇതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് കൊടുക്കുകയാണ്. ഓ, സാറിന് വേണ്ട സാധനങ്ങൾ ലിസ്റ്റ് ആയിരിക്കില്ലേ എന്നും പറഞ്ഞ് അവനിങ്ങനെ പുറം തിരിഞ്ഞ് അതിങ്ങനെ വായിക്കുകയാണ്. അപ്പോൾ അതിലെഴുതിയിട്ടുള്ളത്, നിങ്ങൾക്ക് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരാളിൽ നിന്ന് നിങ്ങൾക്ക് അപകടം ഉണ്ടാകും എന്ന് തന്നെയാണ് അതിലെഴുതിയിട്ടുള്ളത്. അത് വായിച്ച് കേട്ടിട്ട് സുധി ഒന്ന് ഞെട്ടുകയാണ്. പുറം തിരിഞ്ഞ് നോക്കുമ്പോൾ ആ ലെറ്റർ കൊണ്ടുവന്ന ആളെ കാണാനില്ല, അയാൾ പോവും. അങ്ങനെ നമ്മുടെ സുധി ഇയാളെ എങ്ങോട്ടോ പോയത് എന്നും പറഞ്ഞ് വേഗം തന്നെ ആ ലെറ്ററും കൊണ്ട് പുറത്തേക്ക് ആ ഷോപ്പിൻ്റെ പുറത്തൊക്കെ ചെന്ന് നോക്കുകയാണ്. പക്ഷെ അവിടെ എവിടെയും അയാളെ കാണുന്നില്ല. അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയുടെ കൂട്ടുകാരും മീരയും കൂടി അവിടേക്ക് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്രുതി ഒന്ന് തൊടുമ്പോൾ ശ്രുതി തൊടണ കാണുമ്പോൾ അയ്യോ എന്നും പറഞ്ഞ് പെട്ടെന്ന് പേടിക്കുകയാണ്. എന്താ പറ്റിയത്, ഞാനാ ശ്രുതിയാ എന്ന് പറയുന്നുണ്ട്. എടി ഇതൊക്കെയത് എനിക്കിത് ഇങ്ങനെ ഒരു കത്ത് വന്നിട്ടുണ്ട്, എനിക്ക് എന്തോ ഒരു അപകടം വരാൻ പോകുന്നുണ്ട്, എനിക്ക് പേടിയാകുന്നെന്ന് പറയാണ്. അങ്ങനെ അത് വായിച്ചു നോക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി പറയാണ്, ഇതെന്താ ഇങ്ങനെ ഒരെന്താ ആരാ തന്നത് എന്നൊക്കെ ചോദിക്കണം. അപ്പം ഇത് ഒരാൾ തന്നിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നിട്ട് പോയതാണ്, അത് അങ്ങനെ ആരാന്നൊക്കെ ചോദിക്കണം. അപ്പം നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആരാണ്, ആ ആളിൽ നിന്നാണ് എനിക്ക് അപകടം ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത്, അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മീരയെ ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നമ്മുടെ സുധി ഇങ്ങനെ നോക്കുകയാണ്. അപ്പം മീര ചോദിക്കുന്നുണ്ട്, എന്താ എന്നെ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അത് ശരി, ഇപ്പം എന്നെ സംശയിക്കുകയാണ്, നിങ്ങളെ വിവാഹം നടത്തി തരാനും എല്ലാ കാര്യത്തിലും കൂട്ടുനിന്നത് ഞാനാണ്, എന്നിട്ട് ഇപ്പം എന്നെ തന്നെ സംശയിച്ചോട്ടാ എന്നും പറഞ്ഞിട്ട് മീര ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരുന്ന സുധി, അവളൊന്നല്ല എന്ന് പറയാണ്. ഇത് എനിക്ക് എന്തോ അപകടം വരാൻ പോകുന്നുണ്ട്, അത് ഉറപ്പാണ്. ഇപ്പം തന്നെ ബിസിനസ്സിലാകെ പ്രശ്നങ്ങളാണ്, എന്നെ ഓരോരുത്തരും ഒന്ന് പറ്റിച്ചു പോയി, ഇനിയിപ്പോൾ ഇത് ആരാണാവോ എന്നൊക്കെ ഇങ്ങനെ ഇപ്പം ആലോചിച്ച് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും സുധി അതും പറഞ്ഞ അവിടെയൊന്നും പോകുമ്പോൾ നമ്മുടെ മീരയും ശ്രുതിയും കൂടി സംസാരിക്കുകയാണ്. ശ്രുതി, ആരാടി ഈ ലെറ്റർ അയച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കറിയാമെന്ന് പറയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആ നെവിൻ എന്ന് പറയുന്നവനായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ അവൻ പോലീസ് സ്റ്റേഷനിലെ മറ്റുമല്ലേ, അതുകൊണ്ട് അവനാവില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ആരായിരിക്കും, അറിയില്ല, എന്നാൽ പിന്നെ മറ്റവളായിരിക്കും, ആ നീലിമ എന്ന് പറയുന്നവളായിരിക്കും എന്ന് പറയുമ്പോൾ അവൾ ഇവിടെ ഇല്ലല്ലോ, അവൾ കാനഡയിലേക്ക് പോയില്ലേ എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ശരി, പിന്നെ ആരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അറിയില്ല, എന്തായാലും നമ്മളെ പേടിപ്പിക്കാൻ വല്ലവരും ചെയ്തതായിരിക്കും എന്നുള്ള സംശയത്തിലേക്ക് അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും നാളെ കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.